നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 28. യേശു അവരോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ആ നാഴിക മുതൽ അവരുടെ മകൾക്ക് സൗഖ്യം വന്നു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. വിശ്വാസം പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും നാം ചിന്തിക്കേണ്ടതും അങ്ങനെയാണ്. വിശ്വാസം ഒരേ വിശ്വാസമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ അധ്യായം മുഴുവൻ നാം വായിക്കുമ്പോൾ കാണാം, അതുകൊണ്ട് പൂർവ്വ പിതാക്കന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഇടപെടണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കുറേ ഭാഗങ്ങൾ ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ സമയം അനുവദിക്കുന്ന ആ സമയം വരെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പസമയം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വളരെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ, സ്തോത്രം. യേശു ഹല്ലേലൂയ, സ്തോത്രം, അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വിശ്വാസം വലിയൊരു വിശ്വാസമാണ്. കാരണം അതിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, 21-ാമത്തെ വാക്യം തൊട്ട് നാം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു കനാന്യ സ്ത്രീയാണ് ഈ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് തൻ്റെ മകൾക്ക് ഒരു സൗഖ്യം വേണം. തൻ്റെ മകൾ ഒരു രോഗിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് യേശു പലരെയും സൗഖ്യമാക്കുന്നത് ഈ സ്ത്രീ അറിഞ്ഞപ്പോൾ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകൾക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചിട്ട് പാസ്റ്റർ. യേശു അവിടെ വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കന്യാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. മതി. അപ്പോൾ ഈ രോഗം എന്നുള്ളത് ബാധയാണ്. ഒരു ഭൂതം കയറി ആ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, അലർത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. കാരണം അവിടെ പല വൈദ്യന്മാരുടെ അടുത്തോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സ്തോത്രം സ്ഥലത്തോ ചെന്നിട്ട് യാതൊരു സൗഖ്യവും കിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തു, യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ കടന്നു വന്നത്. ഇന്ന് പലരും അങ്ങനെ തന്നെയാണ്. തൻ്റെതായിട്ടുള്ള സ്തോത്രം രീതിയിൽ പല സ്തോത്രം മാർഗത്തിലൂടെ ഈ ചില രോഗങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാൽ ഒന്നും പറ്റാതെ വരുമ്പോഴാണ് അവസാനം എന്ത് ചെയ്യുന്നു, യേശുവിൻ്റെ വർത്തമാനത്തെ കേൾക്കുന്നത്. അങ്ങനെയാണ് ദൈവദാസന്മാരെ അവരെന്ത് ചെയ്യുന്നു, സമീപിക്കുന്നത്. അവർ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം കിട്ടുന്നു. ആ സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ വഴിക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശുവിനെ പിൻപറ്റുകയോ അതുപോലെ തന്നെ യേശുവിൻ്റെ അരികിൽ നിന്ന് ഹല്ലേലൂയ, സ്തോത്രം, വല്ലതും ലഭിച്ചു, ഹല്ലേലൂയ, സ്തോത്രം, അത് കിട്ടി എന്നുള്ള കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല ആകേണ്ടത്. യേശുവിനെ ഹല്ലേലൂയ പിൻപറ്റുന്നവർ എന്ത് ചെയ്യണം, ഒരു രോഗത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല യേശുവിനെ പിൻപറ്റേണ്ടത്. യേശുവിനെ പിൻപറ്റേണ്ടത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഇന്ന് ഈ ലോകത്തിൽ കാണുന്നതൊക്കെയും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ദൈവം ഹല്ലേലൂയ ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായിട്ടുള്ള ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിത്യമായിട്ട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ, സ്തോത്ര, സ്വർഗത്തിലെ ഹല്ലേലൂയ പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്തതുമായ ആ നിക്ഷേപത്തിലേക്കാണ് നമ്മുടെ നിക്ഷേപത്തെ നിലനിർത്തി നാം കൊണ്ടുപോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ ഇരിക്കുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഇവിടെ കനാന്യ സ്ത്രീ പറയുകയാണ്, ഹല്ലേലൂയ, കരുണ തോന്നണമേ. അപ്പം എന്താണ് വേണ്ടത്? ഒരു സൗഖ്യം കിട്ടണമെങ്കിൽ
എന്ത് ചെയ്യണം? കരുണ തോന്നണം. നമ്മൾ ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു നേരത്തെ ആഹാരമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ടിട്ട് ഒരു 10 ദിറംസ് ആയിരിക്കാം, ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധത്താലല്ല, നമുക്ക് ഒരു കരുണ തോന്നണം. ആ വ്യക്തിയോട് നമുക്കൊരു കരുണ തോന്നണം. നമ്മുടെ നാട്ടിൽ പറയില്ലേ, അവരോട് ഒരു അല്പസിമ്പതി കൂടുതലാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്ത് വേണം? ഒരല്പം ഒരു മനസ്സ്. നമ്മൾ യേശുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ നമുക്കും അതുപോലെ യേശുവിൻ്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടണം. പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ, പനി വരുന്ന പോലെ, വിട്ടുവിട്ട് പനി വരുന്ന പോലെ അല്ല യേശുവിൻ്റെ സ്വഭാവത്തെ നാം വെളിപ്പെടുത്തേണ്ടത്. നാം എല്ലാ ദിവസവും ഇപ്പോഴും നാം വീട്ടിലുള്ളവരാകട്ടെ പുറത്തുള്ളവരാകട്ടെ ആരോട് സംസാരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അതേ രീതിയിൽ, ഒരേ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമുക്കൊരു അധികാരം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഗൃഹനാഥൻ എന്നുള്ള രീതിയിൽ നമ്മുടെ മക്കളെ ആയിക്കോട്ടെ, നമ്മുടെ ഭാര്യയെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അല്പം ഹാഷായിട്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ ഏത് വിഷയത്തിലാണ് സംസാരിക്കുന്നതോടെ ശ്രദ്ധിക്കണം. ഞാൻ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഞാൻ തന്നെ സ്വയം ചിന്തിക്കണം. ചിന്തിച്ചിട്ട് വേണം ഞാൻ അവരോട് അങ്ങനെ കയർത്ത് സംസാരിക്കാൻ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിട്ട് ജീവിച്ചിട്ട് അവരെ നേരെയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നേരെയാവുമോ? നേരെ ആകത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? നേരായിട്ടിരിക്കണം. നമ്മൾ ചൊവ്വയുള്ള വഴിയിലൂടെ നടക്കണം. ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചു കേട്ടതുപോലെ, അതിന്റെ 32ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടതുപോലെ എങ്ങനെ ഓടണം? നമ്മുടെ ജീവിതം യേശുവിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ആ ഓട്ടം എങ്ങനെയായിരിക്കണം? വിശ്വസ്തമായിട്ട് ഓടണം. എന്നാലേ നീതിയുടെ കിരീടം നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പോയി എത്തത്തില്ല. നമ്മൾ സ്വയം നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഇല്ലാതെയാക്കണം. ഞാൻ എന്ന ഭാവത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉടച്ചു കളയണം. ഒന്നുമില്ലാത്തവനാക്കി മാറ്റണം. ഈ കാണുന്നത് താൽക്കാലികമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആയിരിക്കണം. കാരണം വലിയൊരു മനുഷ്യനായിരുന്നു പൗലോസ്. എന്ത് ചെയ്തു? പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയ കുടുംബ പാരമ്പര്യമായിക്കോട്ടെ, മഹിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദൈവവചനം പഠിച്ചതിലായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അദ്ദേഹം ആരായിരുന്നു? വലിയൊരു ഗോത്രക്കാരനായിരുന്നു. എന്നാൽ യേശുവിന്റെ നിമിത്തം എന്ത് ചെയ്തു? ഞാനെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണി, എല്ലാം ഇല്ലാത്തവനായിട്ട് തന്നെ ആയിത്തീർന്നു, ഒന്നുമില്ലാത്തവനായിത്തീർന്നു. അവിടെ നിന്ന് എനിക്കൊരു ഉദ്ധാരണം ദൈവം നൽകി തന്നു. ആ സഭയെ മുടിപ്പിച്ച ഒരു പൗലോസിനെ ദൈവം സഭയെ പണിയാൻ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരേണ്ടത് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ ബേസ് എന്നുള്ളത് താഴെ നിന്നാണ് നമ്മൾ വളർന്നു വരേണ്ടത്. നാം ഉയർച്ചയിൽ നിന്ന് താഴോട്ട് പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉയർച്ച തന്നെ പ്രാപിക്കും, ഉന്നതത്തിൽ അവൻ എന്നെ മാനിക്കുമെന്ന് ആ പാട്ടുകാരൻ പാടുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നാം കഠിനമായിട്ട് അധ്വാനിക്കേണ്ടത്. അടുത്തതായിട്ട് യേശു അതിന് മറുപടി കൊടുക്കുകയാണ് കനാന്യ സ്ത്രീയോട്. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ അവൻ ഒരു വാക്ക് പോലും അവളോട് ഉത്തരം പറഞ്ഞില്ല. കാരണം ഈ ചോദിച്ച ചോദ്യവും എനിക്ക് ഇനി താന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിലല്ല ചോദിക്കുന്നത്, കരുണ തോന്നണമെന്നാ പറയുന്നത്. കരുണ തോന്നിയിട്ട് എന്നോട് കൃപ ചെയ്യണം, എനിക്ക് വേണ്ടി ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിൽ നമ്മൾ വാക്ക് പറയുമ്പോൾ അത് വളരെ താഴ്മയോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത്. താഴ്മയോടെ സംസാരിച്ചാൽ അത് എവിടെ നിന്ന് നമ്മൾ പഠിക്കണം? നാം ആയിരിക്കുന്ന സ്ഥലം യെരൂശലേം എന്ന് പറയുന്നത് നമ്മുടെ ഭവനം തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. നമ്മുടെ ഭവനത്തിൽ നിന്ന് നാം സമാധാനത്തോടെ ഇടപെടുന്നുവെങ്കിൽ, നാം സമാധാനത്തോടെ സംസാരിക്കുന്നുവെങ്കിൽ, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഭാര്യയോടാകട്ടെ, അല്ലെങ്കിൽ മക്കളോടാകട്ടെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ മറ്റുള്ള പ്രിയപ്പെട്ടവരോടാകട്ടെ, നാം സമാധാനത്തോടാണ് സംസാരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ മറ്റുള്ളവരോടും നമുക്ക് സമാധാനത്തോടെ ഇടപെടാൻ നമുക്ക് കഴിയും. നമ്മൾ ചാടിക്കയറി കയർത്തിട്ടല്ല ഓരോ വാക്കുകളും സംസാരിക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരാളെ നമ്മുടെ നടപ്പ് കണ്ടിട്ട് ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഹല്ലേലൂയ നമ്മുടെ പേര് വലുതായി തീരും. കാരണം എന്തുകൊണ്ടാ? നമ്മളായിരിക്കുന്ന സ്ഥലം സാക്ഷ്യമുള്ളതായിരിക്കണം. ഹല്ലേലൂയ.
എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. കൂട്ടുകാർ അനേകരുണ്ടാവും, പ്രിയപ്പെട്ടവർ അനേകരുണ്ടാവും. ഹല്ലേലൂയ സ്തോത്രം. പല സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും. രാത്രി 12 മണിക്കായാലും 1 മണിക്കായാലും നമ്മെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പലരും ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ കയറ്റിയിരുത്തി നമുക്ക് വിട്ടുതരാൻ ആളുകളുണ്ടാവും. എന്നാൽ യേശുവിനെ കുറിച്ച് അവര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നാം യേശുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും അവരോട് പറയുന്നുണ്ടോ? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ആരെന്ന് നമ്മൾ പറയുന്നുണ്ടോ? ആ പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം അവരെ കൂട്ടി വരുത്തും. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ നാം ധ്യാനിക്കുന്നവരാണോ? ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനത്തെ അതിശക്തമായിട്ട് നാം ധ്യാനിക്കുമ്പോഴാണ് ദൈവശബ്ദം നാം കേൾക്കുന്നത്. ആ ശബ്ദത്തെയാണ് നാം ജനത്തിന്റെ മുമ്പിൽ നാം കൊടുക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഇതൊന്നുമില്ലാതെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ തോന്നുന്ന പോലെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ ജനിച്ചപ്പോൾ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതലാകട്ടെ, എന്ത് തൊട്ട് ആണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നാം കേട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ന്യായ തീർപ്പ് നാളിൽ നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ കണക്ക് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പ്രതിഫലം നമുക്ക് കേറേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവൃത്തി ആയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ പിടിച്ച്, കുഞ്ഞുങ്ങളെ പിടിച്ച് ചെവിക്ക് പിടിച്ച് മാറ്റി നിർത്തുന്ന പോലെ നാം ആയി തീരരുത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആരായി തീരണം? ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, അറിയപ്പെടുന്നവരായിട്ട് നിൽക്കുവാൻ നാം ആഗ്രഹിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ ഇരുന്നിട്ട് അതിനുശേഷം അടുത്തത് അതിന് 24, അതിനവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ യേശു പറയാണ്, അതിന് അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ദൈവമുണ്ടല്ലോ, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എന്റെ അരികിൽ വരുന്നില്ല എന്നാണ് ആര് പറഞ്ഞു? യേശു പറഞ്ഞത്. ഒരു വ്യക്തിയെ നാം സുവിശേഷം അറിയിക്കുമ്പോൾ ആ വ്യക്തിയിൽ യേശുവിന്റെ പിതാവാം ദൈവത്തിന്റെ ഒരു ആകർഷണം ഉണ്ടായിരിക്കണം. ഈ ആകർഷണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആരായിരിക്കുന്നോ ആ ഇതാണ് നമ്മൾ അവരോട് വെളിപ്പെടുത്തുന്നത്. നമ്മൾ ചിലപ്പം ആദ്യമായിട്ട് കണ്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ദിനംപ്രതി കാണുന്ന വ്യക്തിയായിരിക്കാം. കാരണം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവരെന്ത് ചെയ്യും? അവരോട് ഈ കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ വചനത്തെ നാം അവരോട് പറയുമ്പോൾ, രക്ഷയെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തും. അല്ലാതെ ഈ പറയുന്ന പോലെ യഥാർത്ഥമായിട്ടുള്ള രക്ഷയെക്കുറിച്ചൊന്നും നാം പറയാതെ, സഭയിൽ പോലും പ്രസംഗിക്കാതെ, ഒരുപാട് ആളുകളെ കൂട്ടി വെച്ചിട്ട്, കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ കഴിഞ്ഞ ഞായറാഴ്ച എന്തായിരുന്നു? ഓണത്തിന്റെ സൺഡേ ആയിരുന്നു. അതുകൊണ്ട് അവിടെ പാസ്റ്ററും ഭാര്യയും 2-3 വിശ്വാസികൾ മാത്രമേ ഉള്ളെന്ന്. എന്നാൽ ആ സഭയിൽ ഒരു കൂട്ടം, ഞാൻ അവിടെ പോയി കണ്ടതല്ല, എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ട് പറയുകയാണ്. ലജ്ജയുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം എന്തുകൊണ്ടാ? ഒരു വലിയൊരു കൂട്ടം ജനമുള്ള ഒരു സഭയാണ് ഇവര്. ആ സൺഡേ അവരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഇരിക്കുന്ന ജനം യേശുവിനെ ആരാധിക്കുന്നവരാണോ അതോ ഈ ലോകത്തിന്റെ ദൈവത്തെ ആരാധിക്കുന്നവരാണോ? അടിസ്ഥാന ഉപദേശം കൊടുത്താൽ അവരുണ്ടല്ലോ, ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും മുന്നോട്ട് പോകത്തില്ല, ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും മുന്നോട്ട് ഓടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാരണം യേശുവിനെ ആരാധിക്കാൻ വരും. ഇസ്രായേൽ ജനത്തെ അടിമനുഖത്തിൽ കെട്ടിയിട്ടിരുന്നപ്പോൾ അവരുടെ നിലവിളിയെ കേട്ട ദൈവമാണ് എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ ദൈവത്തെ ആരാധിക്കാനായിട്ട്, ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് കാണാതെ പോയ ആളുകളുടെ അടുക്കൽ എത്ര എന്നെ അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒന്ന് നോക്കി വേണം, യേശു ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ, ഈ യേശുവിനോട് ചോദിച്ചവരോട് അവൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അരോചകമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളോട് തന്നെ ഒന്ന് ആലോചിക്കുക, ഒരു വ്യക്തി അപ്പപ്പ വന്നിട്ട് ചുമ്മാ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
അങ്ങനെ ഒരു മനസ്സലിവ് നമ്മൾ കാണിക്കും. എന്നാൽ യേശു അവിടെ കണ്ടത് എന്തിനാണെന്നറിയോ? ഇത് ചെയ്യാത്തത് യേശുവിന് അറിയാമല്ലാഞ്ഞിട്ടല്ല, തന്നെ എന്തിനു വേണ്ടി അയച്ചിരിക്കുന്നത് ആ ജനം അറിയേണ്ടതിന് വേണ്ടി, അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് യേശു അതിനെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ട് അടുത്ത് പറയാണ് 25. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ അവനെ നമസ്കരിച്ചു. അവനോട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറഞ്ഞു നമസ്കരിച്ചു, വന്നു, ആദ്യം എന്ത് ചെയ്തു? ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം, ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ചിട്ടാണ് നമ്മൾ മെസ്സേജിന് തന്നെ പോകുന്നത്. തുടക്കത്തിൽ ആരാധന അല്ല, മെസ്സേജ് അല്ല കൊടുക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ആരാധിച്ച് ബലപ്പെട്ടതിന് ശേഷം സകലവിധ അശുദ്ധിയും മാറി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രതപ്പെടുത്തി കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ വചനത്തെ പ്രസ്താവിക്കുന്നത്. തന്റെ ഊഴം എത്തുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നു? ആ ദൈവത്തിന്റെ വചനത്തെ കൊടുക്കുകയാണ്. ആ സ്ത്രീയോട് പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് അവിടെ ആ ശരിയായിട്ടുള്ള വിശ്വാസം. അവൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് യേശുവിനെ പിൻപറ്റി എന്നുള്ള ആ പുറകെ വിളിച്ച് ചോദിച്ചെന്നുള്ളതിന്റെ ഹല്ലേലൂയ സ്തോത്രം കൊടുത്തിരിക്കുന്ന യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. ഇന്ന് നോക്കിയേ, അവളുടെ വിശ്വാസം എത്ര മാത്രമുണ്ട്. ഇന്ന് പലരും ഉണ്ടല്ലോ, നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്ന പലരും ഉണ്ട്, ഇവിടെ വന്നിട്ട് ഒരു സൗഖ്യമായ ഉടനെ തന്നെ അടുത്ത ആഴ്ച പിന്നെ കാണത്തില്ല. എന്നാൽ ഇവിടെ ഉണ്ടല്ലോ, യേശുവിന്റെ പിന്നാലെ അവൾ എത്ര സമയം നടന്നെന്ന് കൂട്ടിക്കോണം. ഈ കൂട്ടത്തിൽ എത്ര പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമുക്കൊന്ന് കാണാം. എത്ര പേര് ഇതിന്റെ മധ്യത്തിൽ വന്നിട്ട് യേശുവിന്റെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങളെ പറഞ്ഞു, അവരുടെ ബുദ്ധിമുട്ടുകളെ പറഞ്ഞു, പ്രാർത്ഥിച്ചു, അനുഗ്രഹം മേടിച്ച് അവർ പോയിട്ടുണ്ട്. ആ സമയമൊക്കെയും ഈ സ്ത്രീ എന്ത് ചെയ്തു? വിശ്വാസത്തോടെ നിന്ന് എനിക്കും ഇതുപോലെ ലഭിക്കുമെന്ന്, എനിക്ക് ഇതുപോലെ എൻ്റെ മകൾക്ക് സൗഖ്യം വരുമെന്ന് യേശുവിനെ അവൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ചു. അപ്പോൾ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, നമ്മളാണെങ്കിൽ നായ്ക്കുട്ടികൾ കൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ പട്ടിയാക്കി അല്ലെ എന്നെ പൂച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടേച്ചു പോകും. എന്നാൽ ആ സ്ത്രീ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, നായ്ക്കുട്ടികൾ എന്ത് ചെയ്തു? ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ നുറുക്കുകൾ കൊണ്ടല്ലയോ ജീവിക്കുന്നത്, അവരുടെ ഉപജീവനം കഴിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യേശുവിന് മനസ്സിലായി ഇവളുടെ വിശ്വാസം, ഹല്ലേലൂയ, എൻ്റെ ഈ പുറകെ കൂടിയിരിക്കുന്ന വ്യക്തികളെ പോലെ അല്ല, ഇവളുടെ വിശ്വാസം വലുതാണെന്ന്. അവളുടെ വിശ്വാസത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? യേശു മനസ്സലിഞ്ഞിട്ട് അപ്പോൾ തന്നെ ആ സമയം തന്നെ എന്ത് ചെയ്തു? നിന്റെ വിശ്വാസം വലുതെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ ആ മകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വിശ്വാസം എവിടെയാണ്? നമ്മൾ ഇത്രയും കണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടത് എപ്പോൾ തൊട്ട്? നാം സ്നാനപ്പെട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവകൃപയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്നാൽ ഇന്ന് വരെയും നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യക്തിയോടെങ്കിലും നാം ദൈവത്തിന്റെ സുവിശേഷത്തെ പറഞ്ഞിട്ടുണ്ടോ? ഈവൻ ദോ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം നാം ഇവിടെ ഗൾഫിലേക്ക് വന്നു, നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നാം ദൈവകൃപയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലും ദൈവത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? പറയണം. താൻ ജനിപ്പിച്ച മക്കളോട് പറയണം, താൻ പ്രസവിച്ച മക്കളോട് പറയണം. ഉത്തരവാദിത്തം എന്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. പൗലോസ് പറയാണ്, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു സുവിശേഷത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ്, എന്റെ ഉദരത്തിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? ഗർഭവതിയാകുമ്പോൾ അവളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അതുപോലെയാണ് ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എന്ത് ചെയ്യുന്നു? എന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ഏത് സമയത്തും അത് ആ പ്രവൃത്തി എന്നോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നോട് ഉദ്യമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ മക്കള് അവിടുന്ന് ഒരു കാര്യം പറയുമ്പോൾ അമ്മയുടെ പണി നോക്കുന്നു പറയും, അപ്പന്റെ പണി നോക്കുന്ന പറയും. ഇത് കേട്ടോണ്ട വാലും ചുരുട്ടി വെച്ചിട്ട് പോകും. കാരണം എന്തുകൊണ്ടാ? ഈ പറയുന്ന അപ്പന് പോലും പ്രാഗൽഭ്യമില്ല ഈ മക്കളോട്
ഒരു കാര്യം പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അവർക്ക് ദൈവവചനത്തിലൂടെ നടത്താൻ വേണ്ടിയിട്ട്. കാരണം വളർന്നു വരുന്ന തലമുറ കാണുന്നത് എന്താണ്? അപ്പം പള്ളിയിൽ പോകത്തില്ല, അമ്മ പള്ളിയിൽ പോകത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല, യോഗം കൂടത്തില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കത്തില്ല, ദൈവവചനം വായിക്കത്തില്ല. എന്നാൽ ഈ മക്കളോട് പറയാണ് നിങ്ങൾ അത് ചെയ്തോണം എന്ന് പറഞ്ഞിട്ട്. ഇത് പറയുമ്പോഴത്തേന് ഈ മക്കൾ പറയും ആ ഓക്കെ, അന്നേരം കേട്ടിട്ട് അങ്ങ് പോകും. അവർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന്. അവരെ ചെയ്യിപ്പിക്കണം. കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, യാഥാർത്ഥമായിട്ടും അപ്പന്റെ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവം എന്ന് പറയണം ആ പിള്ളേരെ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്, നമുക്ക് കേൾക്കാം, വായിക്കുന്നത് നമ്മൾ കാണുന്നു, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത തലമുറ പറയണം എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുന്ന അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്ന് ഈ മക്കൾ പറയണം. ഈ ഉപദേശം ഈ മക്കൾ എടുക്കണം, ഈ ബൈബിൾ എടുക്കണം. ഇത് എല്ലാം കളഞ്ഞിട്ട് ഇത് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വേലയോടുള്ള ബന്ധത്തിൽ തന്നെ ഇത് എടുക്കണം കയ്യിൽ. എന്നാൽ മാത്രമേ തലമുറകളെ മുന്നോട്ട് നമുക്ക് വാർത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അടുത്തതായിട്ട് നമുക്കൊന്ന് വായിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ധൈര്യം കൊടുക്കുന്ന വിശ്വാസം. മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 22. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഇത് 12 വർഷമായിട്ട് രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീയുടെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ആധികാരികമായിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലോട്ടൊന്ന് നോക്കാം. 5-ാം അധ്യായത്തിന്റെ 25 മുതൽ വായിച്ചു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി 7 പല വൈദ്യന്മാരും ഏറിയൊന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നു. ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകി വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കും. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണ് വസ്ത്രമൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെയും ഒരു പാതയാണ്, ഒരു അസുഖം, അതായത് രക്തസ്രാവം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ നിന്ന് അവർക്ക് ഈ സാധാരണ ഉണ്ടാകുന്ന മാസം ഏതെന്ന് പറയുന്ന പോലെ ആ ഒരു രക്തസ്രാവം അവർക്കുണ്ടായിട്ട് അത് നിൽക്കുന്നില്ല. അതിന് സാധാരണ അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ പിന്നെ അത് നിൽക്കും. അതിന് ഇത്ര ദിവസം ഒന്നുണ്ട് അത്. എന്നാൽ ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ആകട്ടെ ഒരു മുറിവേറ്റിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിവിൻ്റെ ഭാഗത്ത് വെച്ച് ഇത് തുണി എന്തെങ്കിലും എടുത്ത് വെച്ച് കെട്ടും. ആ സമയത്ത് ഒരു ബാൻഡേജ് ഇടാനോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലൈസിലുള്ള സാധനങ്ങളൊന്നും കൈ കാണത്തില്ല, ഫസ്റ്റ് എയ്ഡ് ഒന്നും കാണത്തില്ല. കാണാതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും, അടുത്തിരിക്കുന്ന നമ്മൾ ഉടുത്തിരിക്കുന്ന ലുങ്കി ആയിരിക്കും ചിലപ്പോൾ, അത് വലിച്ചു കീറി എടുത്ത് വെച്ച് കെട്ടും. എന്തിനാണെന്നറിയോ? ഈ ബ്ലഡ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി. ഈ ശരീരത്തിൻ്റെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താവും, ടയർഡായിട്ട് മരണം വരെ സംഭവിക്കും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു, രക്തസ്രാവം നിൽക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ 25-ന്റെ 26-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഒന്ന് വായിച്ചേ, 25-26 ഒന്ന് വായിച്ചേ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറി ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ. അപ്പോൾ നോക്കിയോണം,
ഒരുപാട് പേരുടെ അടുത്ത്, വൈദ്യന്മാരുടെ അടുത്ത് പോയി. ഒരുപാട് പേരുടെ അടുത്ത് പോയിട്ടും ഇവൾക്ക് എന്താണ്, യാതൊരു സൗഖ്യവും വന്നിട്ടില്ല. എന്നിട്ട് ഒത്തിരി പൈസയും ചെലവാക്കി അവസാനം ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഈ യേശുവിനെ കുറിച്ചും ഈ സ്ത്രീയും കേൾക്കുന്നത്. ഈ സ്ത്രീ കേൾക്കുമ്പോൾ തന്നെ അവൾ വന്നിട്ട് പറയാണ്, ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ. കാരണം ഈ സ്ത്രീക്ക് അത് ഒരു പ്രത്യേകത ആണ്. കാരണം ഈ സ്ത്രീ ഈ രക്തസ്രാവം ആയതുകൊണ്ട് ഈ ശരീരം നല്ല സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, അനേക ആളുകൾക്ക് ഈ വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അടുത്ത് പോലും പോകാൻ പറ്റത്തില്ല. പൗഡർ ഇടും അവരുടെ ശരീരത്തിൽ. കിടപ്പ് രോഗികളെയൊക്കെ അടുത്ത് പോയി ഒന്ന് നോക്കണം, നോക്കിയാൽ ഇതൊക്കെ കാണത്തുള്ളൂ. ഇന്ന് നമുക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ഒന്നും അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാറില്ല. അതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ദൈവം വിളിക്കുമ്പോൾ പോകണമെന്നുള്ളതാണ്, പക്ഷേ കിടപ്പിൽ കിടക്കാതെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സ്ഥിതി എന്നുള്ളത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നാൽ ഇവിടെ ആ സ്ത്രീ പറയുകയാണ്, അവൻ്റെ വസ്ത്രം എങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. നോക്കിയേ, അപ്പോൾ രക്ഷയില്ലാതെ നിൽക്കുകയാണ്. ആ വസ്ത്രം ഒന്ന് തൊട്ടാലെങ്കിലും എനിക്ക് രക്ഷ വരും എന്ന് പറഞ്ഞ് അവർ വളരെ ആത്മാർത്ഥമായിട്ട് പോകുമ്പോൾ ആ അടുത്ത് ചെല്ലാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. കാരണം വലിയൊരു പുരുഷാരമാണ് യേശുവിൻ്റെ പുറകെ വരുന്നത്. യേശു ഇങ്ങനെ ദൈവം അയച്ചവൻ, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രസ്താവിച്ച് അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടമൊക്കെ ഈ സൗഖ്യം കിട്ടുന്ന കണ്ടിട്ട് ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഓരോന്ന് സൗഖ്യം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സൗഖ്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച പാസ്റ്റർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കുട്ടം പാസ്റ്റർ പറഞ്ഞ പോലെ ശതാധിപനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. കാരണം എന്തുകൊണ്ടാ ഇതൊക്കെയും സംഭവിക്കുന്നത്? യേശുവിൻ്റെ പുറകെ വരുന്ന ഒരു ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ടാണ്. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇവൾക്ക് അടുത്ത് പോകാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര കൂട്ടമാണ്, തിക്കി തിരക്കിയിരിക്കുക. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഞാനിങ്ങനെ എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ ഇടയിലൂടെ ഇങ്ങനെ ഇവള് ചിലപ്പം മുട്ടുകൊണ്ട് ഇഴഞ്ഞായിരിക്കും, നിവർന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലല്ലേ നിൽക്കുന്ന, മുട്ടുകൊണ്ട് ഇഴഞ്ഞിട്ടായിരിക്കും ഇത് മറ്റുള്ളവരുടെ ഇടയിൽ കൂടെ ചവിട്ടും തൊഴിയും കൊണ്ടിട്ട് ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ബന്ധപ്പെട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ അരുമനാഥൻ യേശുവിന് അത് മനസ്സിലായി. എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ട്, അത് ആരെന്ന് അറിയണം. അവൾക്ക് സൗഖ്യം ആ തൊട്ട സമയത്ത് തന്നെ അവൾക്ക് എന്ത് ചെയ്തു? സൗഖ്യം ലഭിച്ചു. ഈ സൗഖ്യം ലഭിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തു? സൗഖ്യം കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് സന്തോഷമുണ്ട്, ഭയമുണ്ട്, മാറി നിന്നു. എന്നാൽ യേശു തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്താൻ വേണ്ടി അവിടെ പറയാണ്, എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ട്, എന്നെ ആരോ തൊട്ടെന്ന്. ഒന്ന് നോക്കിയോണം. അത്രയും ഈ സൗഖ്യം കിട്ടുന്നവന് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ സുഖം. അല്ലാതെ സാധാരണ ഒന്നും കിട്ടാതെ ഇരിക്കുന്നവന് ഒരു സുഖവും കിട്ടത്തില്ല. അപ്പോൾ അവിടെ യേശു ചോദിച്ച ഉടനെ കൂടെ നടന്നവരെല്ലാം പറയണം, ഇത്രയും വലിയൊരു ജനക്കൂട്ടം നിന്നെ തെക്കി തിരക്കുമ്പോൾ ഇതിൽ ആരാന്നാ കണ്ടുപിടിക്കുന്നത്? പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. നമ്മൾ വാക്കുകൾ വളരെ വിലപ്പെട്ടതായിരിക്കണം. ഈ വാക്കുകൾ കൊണ്ട് ദൈവം നമ്മളെ ന്യായം വിധിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് ആ വാക്ക് കേട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? ഞാൻ തന്നെയാണെന്ന് മുന്നോട്ട് വന്ന് അവനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ സൗഖ്യം പ്രാപിച്ചവൾ. അതുകൊണ്ട് യേശു അവൾ പറഞ്ഞു, നിന്റെ മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. അതുവരെ കാണാത്ത ഏറിയ കാലങ്ങൾ അവൾ കഷ്ടപ്പെട്ടു. അവളുടെ ശരീരം മൊത്തം അവൾക്ക് ബുദ്ധിമുട്ടായിട്ട് അവൾ അവൾക്ക് എല്ലാ ധനവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നപ്പോൾ, അവളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തപ്പോൾ, സമാധാനം അയച്ചപ്പോൾ, അവൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, അവൾ സമാധാനത്തോടെ പോയി ഇരിക്കുകയല്ല ചെയ്തത്. അവൾ അനേകരുടെ മുമ്പിൽ ഈ വർത്തമാനത്തെ അവൾ പറയാതെ ഇരിക്കുമോ?
ഹൃദയത്തിൽ കിട്ടിയത്, നിറഞ്ഞത്, അവൾക്ക് ലഭിച്ചത് മറ്റുള്ളവരോട് പറയണം. ഇതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ചോദിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇനി ഒരു വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. കാത്തിരിപ്പ് കൊണ്ട് ഹല്ലേലൂയ വിശ്വാസം. അത് എന്താണ് ആ കാത്തിരിക്കുന്നതിന്റെ വിശ്വാസം? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ എന്ത് ചെയ്യും? കാത്തിരിക്കും. ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ആര് പറഞ്ഞതാ? യോബ് പറഞ്ഞതാ. ഒന്ന് വായിച്ചേ, യോബിന്റെ പുസ്തകം 13:15. ജോബ് ചാപ്റ്റർ 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ആമേൻ. ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, യോബ് തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാം നമ്മൾ യോബിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകം നമ്മൾ എല്ലാവരും വായിക്കുന്നവർ തന്നെയാണ്. എന്നാൽ യോബ് തൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം എല്ലാം നഷ്ടപ്പെട്ട അവനായിട്ട് ഇരിക്കുമ്പോഴും ഓട്ട് കഷ്ണം കയ്യിൽ എടുത്തു വെച്ചിട്ട് ചൊറി പിടിച്ച് തൻ്റെ ശരീരം ഔട്ട് കഷ്ണം കൊണ്ട് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, നീ അവനെ ഇനിയും സേവിക്കുന്നുവോ? നീ വിട്ട് പിന്മാറെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ യോബ് തന്നെ പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് മരണം സംഭവിച്ചാലും ഞാൻ അവനിൽ തന്നെ വിശ്വസിച്ചിരിക്കും. ഇങ്ങനത്തെ വിശ്വാസം ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നാം നിൽക്കുന്നുണ്ട്. വിശ്വാസത്തെ നാം തന്നെ പരിശോധിക്കണം. നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് ദിനംപ്രതി നാം തന്നെ നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. തിരുവെഴുത്തുകളെ ധ്യാനിക്കണം, തിരുവെഴുത്തുകളിലൂടെ കാലിൽ സഞ്ചരിക്കണം. തിരുവെഴുത്തുകളെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ബെർവയിലുള്ളവർ ഹല്ലേലൂയ സ്തോത്രം, തെസ്സലോനിക്കയിൽ ഉള്ളവരെക്കാൾ എന്താണ് ആ ഒരു വാക്യം പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എങ്ങനെ ഇരിക്കണം? ഉത്തമരായിരിക്കണം. ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം യേശുവിന് വേണ്ടി നാം സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ജനമായിട്ട് നാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്. നമ്മെ മരണത്തിലേക്ക് തള്ളിവിടുന്നതല്ല, ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ഇങ്ങനെ ആയിത്തീരുമെന്ന്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ ചെറുപ്പത്തില് ഞാൻ മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുന്നതിൽ ഇച്ചിരി വാചാലമായിട്ട് സംസാരിക്കുന്നതിനായതുകൊണ്ട് അവരെന്നോട് പറയും, നീ എന്താണ് ഒരു പാസ്റ്ററാണോ അല്ലെങ്കിൽ നീ ഒരു ബന്ധിക്കോസുകാരനാണോ വിശ്വാസിയാണോ എന്നോട് ചോദിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ അന്ന് അങ്ങനെ ഒന്നും അല്ലായിരുന്നുവെങ്കിലും എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പിന്നത്തേതിൽ ദൈവം എന്റെ നാവിനെ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു ആയുധമാക്കി എന്നെ തീർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് എനിക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ സ്തോത്രം, എന്റെ നടപ്പും എന്റെ വിശ്വാസവും ഹല്ലേലൂയ സ്തോത്രം ഞാൻ പലതും ഹല്ലേലൂയ എനിക്ക് ലാഭമെന്ന് കരുതിയത് ഞാൻ അത് ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ഞാൻ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഒന്നും സമ്പാദിക്കാത്തവനായിട്ട് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എനിക്കുള്ളതൊക്കെ ഞാൻ ചെലവഴിച്ച് ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന് വേണ്ടി അവരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ പലതിലും ഹല്ലേലൂയ സ്തോത്രം സഹിച്ചു ജീവിച്ചു. ഇന്ന് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളാകട്ടെ, എന്റെ ഹല്ലേലൂയ കുടുംബത്തിലുള്ളവരാകട്ടെ, ഹല്ലേലൂയ ആരും എന്നെ തള്ളി പറഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ഒന്നും തന്നെ ഇല്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഞാൻ അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി ചെയ്തു. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഇന്ന് എന്നെ ദൈവം കൈവിടാതെ എന്നെ നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ എന്നെ നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് തന്നെ നടക്കും. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആദ്യം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ഇതൊക്കെ ലഭിക്കുമെന്ന് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഇത് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും അതിൽ പൂർത്തിവെത്തായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം അവൻ സ്ഥിരതയോടെ ഓടി. ഹല്ലേലൂയ സ്തോത്രം, മടുപ്പ് തോന്നാതെ അവന്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ആ ഓട്ടം തികച്ചതുപോലെ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഓടാം. ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കാലുകളെ അതിനു വേണ്ടി ഒരുക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവം ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തെ കുറിച്ച് ഒരല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ നമ്മൾ ദൈവം കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ സ്തോത്രം. എന്തൊക്കെയാണ്? കരുണ തോന്നുമാറുള്ള വിശ്വാസം, ഹല്ലേലൂയ സ്തോത്രം, ധൈര്യപ്പെടുത്തുന്ന വിശ്വാസം, രക്ഷിക്കുന്ന വിശ്വാസം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ യേശുവിലുള്ള വിശ്വാസം, ഹല്ലേലൂയ അവസാനമായിട്ട് കാത്തിരിപ്പിന്റെ ഒരു വിശ്വാസം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ലമെന്റേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 31. ഹല്ലേലൂയ. കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ലല്ലോ. ആമേൻ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയയ്ക്ക് ഒത്തുവണ്ണം അവന് കരുണ തോന്നും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ കർത്താവ് എന്നേക്കും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം തള്ളപ്പെട്ടവരായിട്ടായിരിക്കാം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ പരിഹസിക്കുന്നവർ അനേകരുണ്ടായിരിക്കാം, നിങ്ങളെ തള്ളിക്കളയുന്നവരുണ്ടായിരിക്കാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ആ ദൈവമാണ് ഇന്ന് പകൽക്കാലം നമ്മെ ഹല്ലേലൂയ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കർത്താവ് നമ്മെ തള്ളിക്കളയത്തില്ല. എന്നേക്കും അവൻ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ സ്തോത്രം. അവൻ ഹല്ലേലൂയ അല്പസമയം നമുക്ക് ദുഃഖവും വേദനകളും ഉണ്ടായിരിക്കാം. യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ സ്തോത്രം വേദപുസ്തകത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പൽക്കാലം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഞാൻ ഹല്ലേലൂയ സ്തോത്രം എനിക്ക് കിട്ടുന്ന സമയങ്ങൾ എത്രമാത്രമാണ്, ആ സമയത്ത് ഞാൻ എത്രമാത്രമാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം കൊല്ലുന്നവരായിട്ടല്ല ദൈവം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് വല വിട്ട് ഹല്ലേലൂയ സകലതും വിട്ടിട്ട് അവൻ ഹല്ലേലൂയ സ്തോത്രം തന്റേതായിട്ടുള്ള രീതിയിലേക്ക് വിശ്വാസത്തെ വിട്ടിട്ട് അവൻ മുന്നോട്ട് പോയിട്ട് വലയിറക്കി രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ ഒന്നും തന്നെ അവന് കിട്ടിയില്ല. എന്നാൽ യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. 153 മീനിനെ കിട്ടിയെന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ മക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ തലമുറകൾക്ക് എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ആഗോളം കഷ്ടപ്പെട്ടിട്ടും അവർക്ക് വേണ്ടി ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു കാര്യം നമ്മളിവിടെ സാധിക്കാതെ ഇരിക്കുന്നെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കുറവ് തന്നെയാണ് അത് ദൈവ തലമുറയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തലമുറയെ പിടിച്ചിരുത്തി അവരോട് ഒന്ന് പ്രാർത്ഥിച്ചു ഒന്നിച്ച് നിങ്ങൾ കൈകോർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ താഴ്ചയല്ല നിങ്ങൾ പ്രാപിക്കുന്നത്, ഉയർച്ച തന്നെ പ്രാപിക്കും. ഉന്നതത്തിൽ അവൻ എന്നെ മാനിക്കും. ഹല്ലേലൂയ സ്തോത്രം.